പാട്യാല ഇടനാഴിയിൽ, അതായത് ചരക്കിടനാഴിയിൽ ഭീകരവാദികൾ സ്ഫോടനം നടത്താനായിട്ട് ഒരു പദ്ധതി ഇട്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിരുന്നോ? അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പത്രങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിൽ ഉള്ള ഭീകരാക്രമണ സ്ഫോടന സാധ്യതകളെല്ലാം പുറത്തു വരുന്നുണ്ട്. അതിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്, പലരെയും പിടികൂടുന്നുണ്ട്. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, അതും പ്രത്യേകിച്ച് എന്താ പറയുക, പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് ഇതിപ്പോൾ പിടികൂടിയിരിക്കുന്നത്. റെയിൽവേ സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടാണ്, അന്വേഷണത്തിലാണ് ഈ പിടികൂടിയിട്ടുള്ളത്. അത് അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ഖലിസ്ഥാനും ISIയും തമ്മിൽ ചേർന്നുകൊണ്ട് ഏകോപിപ്പിച്ച് നടത്താനിരുന്നിരുന്ന ഒരു സ്ഫോടനത്തിലേക്കാണ്. നോക്കൂ, റെയിൽവേ ആണ്. ഒരു റെയിൽ സംവിധാനത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഭീതിതമായിരിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പറയുന്ന ചരക്ക് ഇടനാഴിയിലൂടെ എന്ന് പറഞ്ഞല്ലോ, ചരക്കുകൾ നമുക്കുണ്ടാകുന്ന, രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടം, അതിലൂടെ ഇനി അതിലുണ്ടാകുന്ന ആളുകൾക്കുണ്ടാകുന്നത്, ആ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ആളുകൾക്കുണ്ടാകുന്നത്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന, അങ്ങനെ ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഫോടന പദ്ധതിയാണ് പുറത്തു വന്നതെങ്കിൽ ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടാകുക ഉറപ്പല്ലേ ബബിത? ഇത് മാത്രമല്ല, മറ്റ് പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള പല മേഖലകളും ഇവര് ലക്ഷ്യമിട്ടിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം US നിന്നുള്ള പല പൗരന്മാരെയും നമ്മൾ പിടികൂടി അന്വേഷണം നടത്തി വരുമ്പോൾ അതായത് സുവിശേഷ ഇത് നടത്താൻ വേണ്ടിയിട്ട്, അതായത് മതപരിവർത്തനം, എന്തിനാ നമ്മൾ കൂടുതൽ വളച്ചൊടിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, മതപരിവർത്തനം നടത്താനും അതിനേക്ക് വേണ്ടുന്ന പണം ഇവിടേക്ക് എത്തിക്കാനും വേണ്ടുന്ന ആളുകളെയാണ്. മൈക്ക മാർക്ക് എന്ന് പറഞ്ഞ ആളെയാണ് ഏറ്റവും ഒടുവിൽ പിടികൂടിയത്. അതിനു മുമ്പ് നമുക്കറിയാം, ബംഗ്ലാദേശിൽ ധാക്കയിൽ ഒരു US പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടയാള് മോദിയെ വധിക്കാൻ വേണ്ടി, മോദി അസാസിനേഷന് വേണ്ടിയിട്ട് അവിടെ വന്നതായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂട്ടമായി നമ്മൾ ഓരോന്നും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടരെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സ്ഫോടന പദ്ധതികൾ, ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇപ്പം ഈ അയൽ രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ US പോലുള്ള പല രാജ്യങ്ങളുടെയും ഒരു ലക്ഷ്യമെന്ന് തോന്നുന്നില്ലേ? അതുകൊണ്ട് ഇപ്പോൾ ഈ മതപരിവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഡെബിറ്റ് കാർഡുകൾ വരുന്നത് നക്സൽ ബാധിത മേഖലകളിലേക്ക് ഇത് ഫണ്ട് ഒഴുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ അവിടെ ചെന്ന് മതപരിവർത്തനം നടത്തി അവരെ രാജ്യത്തിനെതിരെ പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാലോ, ഒരു സന്യാസി ഇതിനെതിരെ പ്രവർത്തിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തേക്ക് വെടിയുണ്ടയാണ് പാഞ്ഞു ചെയ്യുന്നത്. അതിനെതിരെ ആർക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. അപ്പോൾ ആ മതപരിവർത്തന സംഘം, ഗ്യാങ് ഒക്കെ ശ്രമിക്കുന്നത് ഇതാണ്. മണിപ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. കാരണം നമ്മുടെ തന്നെ ആദിവാസി സമൂഹത്തിന് നമുക്കെതിരായിട്ട്, രാജ്യത്തിനെതിരായിട്ട് തിരിക്കുന്നത് തന്നെയാണ് നമ്മൾ കാരണം ഒരു ഭരണത്തിലിരിക്കുന്ന ഭരണകൂടത്തിനെതിരാക്കി മാറ്റുക എന്നത് ഇവരെ പോലുള്ള ആളുകളുടെ, അതായത് വിദേശികളാവാം, അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെ തന്നെയുള്ള ഒരുപാട് മിഷണറിമാർ പ്രവർത്തനങ്ങൾ, ഇവരൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഭാരതത്തിന് എങ്ങനെ എതിരാക്കാം, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സമ്പൽ വ്യവസ്ഥ എങ്ങനെ തകർക്കാം എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ ലക്ഷ്യം. നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ തുറമുഖങ്ങൾ പണിതും, അല്ലെങ്കിൽ നമ്മളുടേതായ റോഡുകൾ വികസനത്തിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും നമുക്ക് വരുന്ന സാമ്പത്തിക മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ ഒരു 10 വർഷം മുമ്പോ അല്ലെങ്കിൽ ഒരു 20-25 വർഷം മുമ്പുള്ള ഒരു ഇന്ത്യ അല്ല ഇന്ന് നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് ഏതൊരു രാജ്യത്ത് എന്നാലും നമ്മളൊരു ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞ് നമ്മളൊരു അഭിമാനത്തോടുകൂടി, സ്വാഭിമാനത്തോടു കൂടി നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് ഇന്ന് ഏത് ലോകത്ത് എവിടെ ചെന്നാലും അത് പറയാനുള്ള ധൈര്യം ഇന്നൊരു NRI ആയിട്ടുള്ള ഒരു വ്യക്തിക്കുണ്ട്. ഞാൻ ഇന്ത്യക്കാരനാ എന്ന് പറയാനുള്ള ഒരു ധൈര്യമുണ്ട്. മറ്റതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് പോകുന്നവരെല്ലാം മറ്റേ ദാരിദ്ര്യത്തിലും തുണി ഉടുക്കാനില്ല, അവിടെ കുറേ കുട്ടികൾ പഠിക്കാനില്ല, പെൺകുട്ടികൾ വ്യഭിചരിച്ചാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിദേശത്തുനിന്ന് ഫണ്ട് മേടിച്ചിരുന്നവരാണ് ഇവിടെയുള്ള മിക്ക മിഷണറി പ്രവർത്തകരും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പലരെയും നമ്മൾ പിടിച്ച കഥയൊക്കെ നമുക്കറിയാലോ, വലിയ ബിഷപ്പുമാരെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇന്ത്യ അല്ല ഇന്നിപ്പം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തനായ ഒരു നേതാവായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ അമേരിക്കയിലെ ട്രംപ് പറഞ്ഞില്ലേ, പഴയ ഇന്ത്യ അല്ല അതെന്നാണ്. കാരണം ഇന്ത്യക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ദരിദ്രരായിരുന്നു ഇത്രയൊന്നും, അല്ലെങ്കിൽ വികസ്വര രാജ്യമെന്ന്. നമ്മളിപ്പോൾ വികസ്വരമൊക്കെ മാറി, വികസിത രാജ്യം തന്നെയായി. അമേരിക്കയെ
പലപ്പോഴും പല കാരണങ്ങളിലും പെട്ട് നിൽക്കുമ്പോഴും ഇന്ത്യയിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഇന്ത്യയിൽ ഇപ്പോൾ ഇത്ര ഒരു യുദ്ധം ഉണ്ടായി എന്ന് പറഞ്ഞു, എന്താ കുറച്ച് നാളൊരു ഗ്യാസിനൊരു ഷോർട്ടേജ് വന്നു, അതും വളരെ ഫ്ലെക്സിബിളായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. എന്നാലും ഒരു ചെറിയൊരു നിയന്ത്രണമുള്ളൂ, അല്ലാണ്ട് നമ്മളിവിടെ ഇല്ലാഞ്ഞിട്ട് സ്വാഭാവികമാണ്. അലഞ്ഞു നടക്കുന്ന ഒരവസ്ഥ വന്നു. ഇപ്പോൾ കൊറോണ വന്നു, കൊറോണ വന്നപ്പോഴും എല്ലാവരും ഒതുങ്ങുന്ന പോലെ നമ്മൾ ഒതുങ്ങി എന്ന് പറഞ്ഞ് നമുക്കൊരു വലിയ ഈ യുദ്ധം വന്നപ്പോൾ വലിയ അരാജകത്വമൊന്നും നമ്മുടെ നാട്ടിലില്ല. ഈ കൊറോണ വന്നപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് വാക്സിൻ കൊടുത്തത് പോലും കൊടുത്തു. ഇന്ത്യയാണ്. അപ്പോൾ ഈ വളർച്ച തന്നെയാണ് മറ്റു രാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ ചൂടിപ്പിക്കുന്നത്. കാരണം ആരോഗ്യത്തിൽ ഇന്ത്യ മുന്നേറുന്നു, സാമ്പത്തികമായിട്ട് ഇന്ത്യ മുന്നേറുന്നു, വിദ്യാഭ്യാസ രംഗങ്ങളിൽ മുന്നേറുന്നു, വിദേശ കാരണം നമ്മുടെ ഇവിടുന്ന് ലക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടുന്ന് വിദേശ പര്യടനത്തിന് പോകുമ്പോൾ ഭാവിയിൽ ഈ ഇന്ത്യയിലേക്ക് അവർ തിരിച്ചു വന്ന് ഇവിടുത്തെ പ്രൊഫസർമാരായിട്ടും അവിടുന്ന് കിട്ടുന്ന അവർ അറിവുകൾ ഇവിടെ കൊടുക്കാനും വേണ്ടി ഇവിടെ വിദേശ സർവകലാശാലകൾക്ക് ഒപ്പം കിടപിടിക്കുന്ന വലിയ വലിയ സർവകലാശാലകൾ ഇന്ത്യയിൽ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു രാജ്യത്തിൻ്റെ എന്താ പറയുക നിറുകയിൽ ലോകത്തിൻ്റെ നിറുകയിൽ നിൽക്കാവുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ കുറച്ച് അല്ലറ ചില്ലറ രാജ്യക്കാരുണ്ടല്ലോ, ഈ അല്ലറ ചില്ലറ രാജ്യക്കാർക്ക് ഇവിടെ ഉണ്ടാക്കാവുന്ന മാക്സിമം കലാപം ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ കുറച്ച് ഈ എന്താ പറയുക ഭാവി പ്രധാനമന്ത്രിമാരാവാൻ നടക്കുന്നതും ചെറിയ ചെറിയ അപ്പകഷ്ണം പോലെ എല്ലാം കൊണ്ട് ഒന്നിച്ച് മറ്റേ ഒരപ്പം കൊണ്ട് 5000 പേരെ കഴിച്ചെന്ന് പറഞ്ഞ പോലെ ഒരു സഖ്യം ഉണ്ടാകുമല്ലോ പെട്ടെന്ന്. അങ്ങനെ സഖ്യമൊക്കെ ഉണ്ടാക്കി മുന്നേറുന്നവരും ഇതിൽ നിന്ന് ഫണ്ട് മേടിച്ചും അതിൻ്റെ സാമ്പത്തികം ഉപയോഗിച്ചും വിദേശ ഫണ്ടൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു പല യൂണിവേഴ്സിറ്റികളിലും കൊടുക്കുന്നുണ്ട്. ശരിയല്ലേ? യൂണിവേഴ്സിറ്റികളിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഫണ്ടുകൾ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഈ FCRA വന്നപ്പോൾ സഭയാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധിച്ചത്. കാരണം ഫണ്ടുകൾ വരുന്നുണ്ട്, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്നു, അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പഴയ ഇന്ത്യ അല്ല ബബിത പറഞ്ഞതുപോലെ. അത് അമേരിക്കൻ പ്രസിഡന്റിനും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 3 തവണ ഞാൻ വിളിച്ചിട്ടും മോദി ഫോൺ എടുത്തില്ല എന്ന് കെറുവിക്കൽ. കാരണം പണ്ടൊരു കഥയുണ്ടല്ലോ, മറ്റേ 7ാം നാവികപ്പട വന്നു, ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ പോയെങ്കിൽ ഞാൻ തീരുമാനിക്കണം. അതുപോലെയുള്ള കെട്ടുകഥയൊന്നുമല്ല. നമ്മളുടെ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കേൾക്കുന്നതും കാണുന്നതും കാര്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം എവിടെ പോയി നിൽക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മൾ നട്ടലുയർത്തി നിൽക്കുന്ന ഒരു നേതാവിൻ്റെ കീഴിൽ നിൽക്കുന്ന ജനത തന്നെയാണ്. അത് നമുക്ക് എവിടെയും ധൈര്യപൂർവ്വം പറയാം. കാരണം ആർക്കും വേണ്ടി റൂം അടച്ചിട്ടിട്ട് ഒരു ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയൊന്നും അല്ല ഇന്ത്യയുടെ. ശരിയല്ലേ? അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് ഖലിസ്ഥാൻ അനുകൂല സംഘടനകളിലേക്കും ഒക്കെ വരുന്നത്. ഇതുവരെ നമ്മൾ കേട്ടിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ്, ISI ഒക്കെ ഉണ്ട്. ഇത് ISIയും ഖലിസ്ഥാനും കൂടെ കൈകോർത്തുകൊണ്ടാണ് ഈ ഒരു സ്ഫോടനം നടത്താനായിട്ട് തുനിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം പഞ്ചാബ് ഭരിക്കണം ഇപ്പൊ ആരാന്നുകൂടി നമ്മൾ ആലോചിക്കണം. അതെ, ആ ഭരണം വരുമ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിലേക്ക് അന്വേഷണം പോകുമ്പോൾ കണ്ടെടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡും ഡിറ്റനേറ്ററുകളും അടങ്ങിയിട്ടുള്ള 2.296 കിലോഗ്രാം ഭാരമുള്ള ഒരു മെറ്റാലിക് IED ഉണ്ട്, RDX സ്ഫോടക വസ്തുക്കളുണ്ട്. അങ്ങനെയുള്ള ഗ്രനേഡ് ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും സ്ഫോടനത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ഇത് നിസ്സാര കാര്യമല്ല. അത് അത്രയല്ലേ ഉള്ളൂ എന്നുള്ളതല്ല. ഇത് പലയിടങ്ങളിൽ കൃത്യമായിട്ട് ഇവർ കൊണ്ട് വെച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതകളും അന്വേഷണ സംഘം അതായത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുമ്പോഴാണ് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഇതൊന്നല്ലേ ഉള്ളൂ. പല പത്രങ്ങളിലും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അത് ചെറിയൊരു കോളം വാർത്തയാണ്, 1.5 സെൻറ്റിമീറ്റർ കോളം വാർത്തയാണ്. പക്ഷെ അത് 1.5 സെൻറ്റിമീറ്റർ കോളമാക്കി മാറ്റുന്നത് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളാണ്. കാരണം ആ മാധ്യമങ്ങൾക്ക്, ഈ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ പിളർത്താനാണ് താല്പര്യം. കാരണം ഖലിസ്ഥാൻ തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഖലിസ്ഥാൻ തീവ്രവാദികളെ സഹായിക്കുന്നത് ഏറ്റവും കൂടുതൽ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. കാനഡ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരെ എത്രത്തോളം ഖലിസ്ഥാൻ തീവ്രവാദികൾ ഉപദ്രവിക്കുന്നു നമ്മളും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന ഫണ്ട് ഇവർ ഇന്ത്യക്കാരായ എന്ന് പറഞ്ഞ് ഖലിസ്ഥാൻവാദികൾ ഇങ്ങോട്ടേക്ക് അയക്കുന്നു. ആ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ പാകിസ്ഥാൻ പോലുള്ളവരുടെ സഹായത്തോടു കൂടി ISI ഖലിസ്ഥാനാന്ന് ഓർക്കണം. ISI ഖലിസ്ഥാൻ ഒരു ബന്ധമാണ് വന്നിരിക്കുന്നത്, അവിടെ വന്നേക്കണം. അപ്പം ഇത് രണ്ടു കൂട്ടരും അവരുടെ പൊതുശത്രു എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. ആ ഇന്ത്യയെ തകർക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തിലാണ് ഈ
ചൂട് പിടിച്ച് നിൽക്കുന്ന സമയത്ത് അതായത് ചൂട് പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ യുദ്ധവും അല്ലാതെ ഒക്കെ ആയിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ വളരെ ഇതിലേക്കൂടെ ഒരു നാടിടയിൽ നമ്മളിങ്ങനെ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിലേക്ക് പോകും. കാരണം നമ്മുടെ പല പ്രവർത്തനവും കാർഗോ പോലുള്ളതൊക്കെ ഇപ്പോൾ പെൻഡിങ്ങിൽ വന്നേക്കുക. കാരണം പലയിടത്തും കെട്ടിക്കിടക്കുവാണ്. കാരണം ഷിപ്പുകളെല്ലാം പല സ്ഥലത്ത് വെയിറ്റിങ്ങിലാണ്. അതൊക്കെ വന്ന് റോള് ചെയ്ത് ഒന്ന് സെറ്റിലേക്ക് ഈ യുദ്ധത്തിൻ്റെ ഒരു ഇത് മാറിയാൽ മാത്രമേ അതിനെ ആ ഒരു അക്ഷരാർത്ഥം മാറത്തുള്ളൂ, സാധാരണ പോലെ ആവുള്ളൂ. ആ സമയത്തും ഇന്ത്യയിൽ ഇത്രയും ബുദ്ധിമുട്ടില്ലാണ്ട് പോകുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുക, അത് ഇലക്ഷനെ ബാധിക്കും, മറ്റു കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ ഇവിടെ ജനങ്ങളിൽ ആദ്യം മതം നോക്കി നടന്നില്ല, അത് കഴിഞ്ഞ് അവർ സ്റ്റുഡൻസിനെ നോക്കി. കഴിഞ്ഞ ദിവസം കൂടി ഉണ്ടായിരുന്നു കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മുംബൈയിൽ 2 സുരക്ഷാ ജീവനക്കാരെ കുത്തി കലിമ ചൊല്ലാനാണ് ആവശ്യപ്പെട്ടത്. അതിപ്പോ രണ്ടാമത്തെ സംഭവമാണ് കലിമ ചൊല്ലാൻ. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞത് കൊണ്ടാണ് ഇത് രണ്ടാമത്തെ സംഭവമായിട്ട് നമ്മൾ പോലും ഇപ്പൊ പറയുന്നത്. ഇതല്ലാതെ ആർക്കൊക്കെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിന്റെയൊക്കെ ഭാഗമല്ലാന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അല്ല, ചുരുക്കി പറഞ്ഞ ഈ രാജ്യത്ത് ഓരോ നിമിഷവും ഓരോ തീവ്രവാദി ഉണ്ടാവുന്നില്ലേ? അത് നമ്മളത് അറിയുന്നില്ല. ഒരു കൂട്ടം തീവ്രവാദികൾ ഇങ്ങനെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മൾ പുറമേ നോക്കുമ്പോൾ ഇന്ത്യ വളരെ സുരക്ഷിതമായിട്ട് പോകുന്നു, എന്നാൽ പോലും ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേര് അതിനുള്ള സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. 2.5 ശത്രുക്കൾ എന്ന് പറയുന്നത്, ഈ 0.5 എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഇന്ത്യക്കാരായി നിന്നുകൊണ്ട് തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ്. കാരണം അത് നമ്മൾ കണ്ടതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. അതെ, യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ പഠിക്കുന്ന ആളുകളെ എത്രത്തോളം വിദേശ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടിരുന്നതല്ലേ നേരത്തെ. അതെ. അപ്പോൾ ഈ കഴിഞ്ഞ ഇടക്കാണ് ചെങ്കോട്ട സ്ഫോടനം ഉണ്ടായത്. അതെ, ആ സ്ഫോടന കേസിൽ ഉണ്ടായിരുന്നവരോ മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു. അപ്പോൾ നമുക്ക് ഇടയിൽ പണ്ട് നമുക്ക് ഇവരെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളിൽ ഒരാളായിട്ട് വളരെ എന്താ പറയുക, വൈറ്റ് കോളർ ജോബുമായി ബന്ധപ്പെട്ട് നടക്കുന്നവരാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ. ഇത്തരത്തിൽ പോകുമെന്ന് ആര് ചിന്തിക്കുന്നു? ഇവരുടെ സംഘങ്ങളിൽ എഞ്ചിനീയർമാരും ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോ തട്ടുകളിലുമുള്ള ഓരോ വിഭാഗങ്ങളിലുമുള്ള ആളുകളെയാണ് ഈ തീവ്രവാദ സംഘടനകൾ റിക്രൂട്ട് ചെയ്യുന്നത്. ഇവരെ ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം എഞ്ചിനീയർമാർക്ക് അറിയാം എങ്ങനെ ഉണ്ടാക്കണം. ഈ കഴിഞ്ഞ ദിവസം കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ആളെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച വ്യക്തി, ആ ഒരു ഭീകരൻ, അവൻ ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്നു, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി. അപ്പോൾ ഈ കെമിസ്ട്രി അറിയുന്ന ഒരാളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? അവന് പ്രത്യേകിച്ച് ബോംബുണ്ടാക്കാനും ബാക്കി കാര്യങ്ങളും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. അവന്റെ തലയിലേക്ക് ഈ മതഭ്രാന്ത് മാത്രം കുത്തിവെച്ച് കൊടുത്താൽ മതി, ബാക്കി അവൻ ചെയ്തോളും. ഭൂമി പരന്നതാണെന്നും മറ്റുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതം മാത്രം പഠിച്ചാൽ മതി അവര്. അതെ, കാരണം ഉരുണ്ട ഭൂമിയെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അവര് പരന്ന ഭൂമിയെ കുറിച്ചും മരണത്തിന് ശേഷം കിട്ടാൻ പോകുന്ന ഹൂറിമാരെ കുറിച്ചും മദ്യപ്പുഴയെ കുറിച്ചൊക്കെ മാത്രമേ അവരുടെ ഒരു ചിന്തയിലുള്ളൂ. അത് പഠിപ്പിച്ചിറങ്ങുന്ന ഓരോ കുട്ടികളും ഇന്ന് ഇന്ത്യയിലെ, അതായത് നമ്മളൊക്കെ കൊടുക്കുന്ന തുകയിൽ നിന്ന് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ് ഇതേപോലുള്ള മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾ മേടിക്കുന്ന, മതം പഠിക്കാനായിട്ട് സ്കോളർഷിപ്പ് മേടിക്കുന്ന ഓരോ കുട്ടികളും നാളെ അവർ തീവ്രവാദിയാവുകയാണെങ്കിൽ നമ്മൾ തന്നെയല്ലേ അവരെ സൃഷ്ടിക്കുന്നത്? ശരിയല്ലേ? അതെ. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതല്ലാതെ പോകുന്ന മുസ്ലിം സഹോദരന്മാർ ഒരുപാടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു 50% അല്ലെങ്കിൽ ഒരു 60% മുകളിലുള്ള ആളുകൾ പൊതുവെ ഇങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ എത്രത്തോളം നമ്മുടെ രാജ്യത്തിന് ഈ ഇടനാഴിയിൽ അല്ലെങ്കിൽ ഇതേപോലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ബോംബുകൾ വയ്ക്കുക എന്നുള്ള ഒരു ടാർഗറ്റ് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഇന്ന് ഇവിടുത്തെ ഭരണകൂടം കഴിയുന്നുണ്ട്. ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് നിർത്താം. കാരണം പലരും പറയും മോദി ഉണ്ടായിട്ടും ഇതൊക്കെ പൊട്ടുന്നുണ്ടല്ലോ. മോദി ഉണ്ടായിട്ട് പൊട്ടുന്നുണ്ടോ എന്നുള്ളതല്ല, പൊട്ടുന്നത് എത്ര കുറവാണ് എന്നുള്ളതാണ്. മോദി ഉണ്ടായിട്ട് ഇത് പിടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. മോദി ഉണ്ടായത് കൊണ്ട് അല്ലെങ്കിൽ BJP ഭരണം ഉണ്ടായപ്പോഴാണ് നമ്മൾ ഈ ആകാശത്തൂടെ നമ്മൾ മറ്റേ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് പോലെ കണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു വെളുപ്പിന് ചാനലുകളിലിരുന്ന്. അതെ, കാരണം ആകാശത്തേക്ക് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും റോക്കറ്റ് വർഷിക്കുമ്പോൾ ഒരെണ്ണം പോലും നമ്മളുടെ ആരുടെയും ഒരു ഇന്ത്യയിലെ ഒരു മണ്ണിൽ പോലും വീണിട്ടില്ല. ശരിയല്ലേ? അതെ. അതും ഈ മോദി ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പൊ അത് നമ്മളാരും മറന്നു പോകരുത്. അതെ.